എല്ലാ മച്ചന്മാർക്കും മോട്ടോർ ഡേയ്സിന്റെ മറ്റൊരു വ്ളോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതമുണ്ട് കേട്ടോ. ഒത്തിരി നാൾ കൂടിയായിരിക്കും നമ്മൾ ഇങ്ങനെ ഫേസ് ടു ഫേസ് കാണുന്നത് അല്ലേ. അതിനു മുമ്പ് നമ്മളിങ്ങനെ പുറകെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നല്ലേ. അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു കഥ പറയാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് യാത്രയിലാണ്. ഇപ്പം വാർത്തകളിലൊക്കെ ഒത്തിരി ഒരു വാർത്ത വരുന്നുണ്ട്. നമ്മുടെ ഫോർഡിന്റെ പ്ലാന്റ്, സാനന്ദിലുള്ള പ്ലാന്റ് ടാറ്റ മേടിക്കാൻ പോവാന്നൊക്കെ കഥകളൊക്കെ കേൾക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ന്യൂസിൽ കൂടെ സ്ക്രോൾ ചെയ്തപ്പം പറഞ്ഞാലെന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഫോർഡ്, ടാറ്റ മോട്ടോഴ്സ്, മഹേന്ദ്ര. അപ്പം ആദ്യം തന്നെ മഹേന്ദ്ര എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 1994 കാലങ്ങളിലൊക്കെ നമുക്കറിയാം ഫോർഡിന് ഇന്ത്യയിലോട്ട് വരാനുള്ള ഒരു സഹായം ഒരുക്കി കൊടുത്തത് മഹേന്ദ്രയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബിക്കോസ് ഫോർഡ് എസ്കോട്ട് എന്ന് പറയുന്ന ഒരു മോഡൽ ഇറക്കുകയും ചെയ്തു. അപ്പൊ നമുക്കറിയാം ഒരു പുറത്തുള്ള ഒരു ബിസിനസ്സിന് അകത്തോട്ട് വരാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആഫ്രിക്കയിലുള്ള ഒരു ബിസിനസ് ഇന്ത്യയിലോട്ട് വരാൻ പല റിലേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് നമുക്ക് പാർട്ട്ണർഷിപ്പ് എടുക്കുക എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി എടുക്കുക. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. കൂടുതലായിട്ടും പാർട്ട്നേഴ്സ് ആയിട്ടാണ് ബിസിനസ്സുകൾ നീങ്ങുന്നത്. അങ്ങനെ ഫോർഡ് മഹേന്ദ്രയുടെ സഹായത്തോടെ 1994-95 കാലങ്ങളിൽ ഇന്ത്യയിൽ വന്നു. കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഇടയ്ക്ക് നമ്മളൊരു വാർത്ത കേട്ടു, മഹേന്ദ്ര പറഞ്ഞു ഫോർഡുമായിട്ട് അവരുടെ പ്ലാന്റ് ഷെയർ ചെയ്യാനുള്ള താല്പര്യമൊന്നും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞിട്ട് ഫോർഡ് ഇന്ത്യ വിടുകയാണ് ചെയ്തത്. അതൊരു കഥ. രണ്ടാമത്തെ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എമിറേറ്റ്സ് രത്തൻ ടാറ്റയെ നമുക്ക് ഓരോ മോട്ടിവേഷണൽ സ്പീക്കിലൊക്കെ കേട്ടിട്ടുണ്ട്. ഫോർഡ് ഒരിക്കൽ അദ്ദേഹത്തെ റിജക്ട് ചെയ്തതാണ്. അതായത് രത്തൻ ടാറ്റയും ടീമും ഇവിടെ നിന്ന് ഡീട്രോയിറ്റിലോട്ട് പോയി. എന്തിനാണെന്നറിയാവോ? നമ്മുടെ ടാറ്റ മോട്ടോഴ്സിന്റെ ഇന്ത്യയിലുള്ള ഒരു ഫോർഡിനെ കൊണ്ട് മേടിപ്പിക്കാൻ. ബിക്കോസ് ഇവിടെ കാറിനന്ന് പൂവർ സെയിൽസ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ടാറ്റ ടീം ഡീട്രോയിറ്റ് ചെന്നിറങ്ങി. ഡീട്രോയിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും, എന്നാ പറയുന്നത്, മോട്ടോർ ടൗൺ ഓഫ് കാർസ്. ഈ ഡീട്രോയിറ്റ് ചെന്നിറങ്ങി കഴിഞ്ഞപ്പം അവിടെ വിൽ ഫോർഡ് സംബടി ആയിരുന്നു അന്ന് ഫോർഡിന്റെ സാരഥി. അപ്പൊ അവര് 3 മണിക്കൂറത്തെ ചർച്ചയ്ക്ക് ശേഷം പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ കാർ ഡിവിഷൻ മേടിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, നിങ്ങൾക്ക് കാറൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, അതുകൊണ്ടല്ല നിങ്ങൾ ഇന്ത്യയിൽ പൂവർ സെയിൽസ് നടത്തുന്നത്. അതിന്റെ അർത്ഥം ഞങ്ങൾ കാറ് കേമന്മാരാന്നാണ് പറയും. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അമേരിക്കയിൽ തന്നെ ഫോർഡാണ് ലീഡിംഗ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ. അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ രത്തൻ ടാറ്റ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് കാർ ഉണ്ടാക്കാൻ അറിയത്തില്ല, നിങ്ങൾ എന്തിനാണ് കാർ ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്. അതുപോലെ തന്നെ പറയുകയാണ്, എനിക്ക് വണ്ടി വിൽക്കണോ പ്രൊഡക്റ്റ് ചെയ്യണോ ഒന്നും താല്പര്യമില്ല, പിന്നെ ടാറ്റ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആ പ്ലാന്റ് മേടിക്കാമെന്നാണ് അന്ന് ഫോർഡ് ടാറ്റയോട് പറഞ്ഞത്. ഓക്കെ, 1999 കാലങ്ങളിലെ കഥ. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. നമുക്കറിയാം ഇതുപോലെ തന്നെ റോവർ എന്ന് പറയുന്ന കാർ ബ്രാൻഡ്, റേഞ്ച് റോവർ എന്ന് പറയുന്ന കാർ ബ്രാൻഡ് കുറച്ചു നാളും ഫോർഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതും വേറൊരു കഥയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. ഇന്ത്യയിൽ പൂവർ സെയിൽസ് ആയി ഫോർഡിന്. നമുക്കറിയാൻ പറ്റും, ഇവിടെ ഈ ഒരു ചെറിയ പെട്ടിക്കട തന്നെ തുടങ്ങാൻ നമ്മൾ എത്രമാത്രം റിസർച്ച് നടത്തിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് തന്നെ ആൾക്കാർ നടത്തുന്നത് നമുക്കറിയാം. അവിടെ ആൾക്കാർ കൂടുകൂടി അവിടെ ഇത്രയും പേര് വരുമെന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് ഫോർഡിന് ഇത്രയും $2 ബില്യൺ എത്ര $2 ബില്യൺ നഷ്ടം സംഭവിച്ചെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവർ നല്ല മാർക്കറ്റ് ലീഡിംഗ് കൺസൾട്ടൻസിനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ അവരുടെ സർവേസിനും റിസർച്ചിനും ഒക്കെ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടും അത് പരാജയപ്പെട്ടു. പട്ടി പോന്നു, പോട്ടെ. ഫോർഡ് ഇന്ത്യക്ക് പ്രധാനമായിട്ടും 2 പ്ലാന്റ് ആണ് ഉണ്ടായിരുന്നത്. ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലുള്ള 45 കിലോമീറ്റർ അകലെ മർമാലൈ, പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, അവിടെയുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. ആ പ്ലാന്റിൽ ഫോർഡിന് ഏകദേശം 2 ഷിഫ്റ്റിൽ 1,50,000 കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു ഒരു വർഷം. ഇനിയിപ്പോൾ ആ ഷിഫ്റ്റ് 3 ആണെങ്കിൽ, 3 ഷിഫ്റ്റ് വർക്കിംഗ് അവേഴ്സ് ആക്കുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷത്തോളം കാറുകൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒത്തിരി പ്രതീക്ഷയോട് കൂടിയാണ് അവർ വന്നത്. ഇനിയിപ്പം ആ പ്ലാന്റിൽ നിന്ന് തന്നെ എക്സ്പോർട്ട് മാർക്കറ്റുകൾക്ക് വേണ്ടി റേഞ്ചർ, അങ്ങനത്തെ ഫോർഡിന്റെ പല വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള എഞ്ചിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു എഞ്ചിൻ കപ്പാസിറ്റി ഏകദേശം 3,30,000 എഞ്ചിനുകളും ആ ചെന്നൈ പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സാനന്ദിലാണ്. നമുക്ക് സാനന്ദ് എന്നൊരു പേര് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി നോക്കിയാൽ അറിയാം. സപ്ലയേഴ്സും അതുപോലെ തന്നെ ഒത്തിരി മാനുഫാക്ചേഴ്സ് ഉള്ളൊരു സ്ഥലമാണ്. ടൗൺ എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പം ഗുജറാത്തിലെ പ്ലാന്റ് എന്ന് പറയുന്നത് സാനന്ദാണ്. അതിന് ഏകദേശം ഫോർഡ് ഇൻവെസ്റ്റ് ചെയ്തത് 4,200 തൊട്ട് 4,500 കോടിയോളം രൂപയാണ് ആ പ്ലാന്റിന് വേണ്ടി ഫോർഡ് ഇൻവെസ്റ്റ് ചെയ്തത്. അവിടെ ഏകദേശം 2,40,000 കാറുകൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ 2,70,000 80,000 എഞ്ചിനുകളും പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു നമ്മുടെ സാനന്ദിനുള്ള പ്ലാന്റ്. ഈ സാനന്ദിനുള്ള പ്ലാന്റാണ് ടാറ്റ കണ്ടുവച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് ഉടനെ ചെന്നൊരു 100 കോടി 500 കോടി രൂപ കൊടുത്ത് മേടിച്ചു, അങ്ങനെയൊന്നുമില്ല. ബിക്കോസ് ഇത്രയും വലിയ ഡീലൊക്കെ ആയതുകൊണ്ട് അതിനകത്ത് ഗവൺമെൻറ് ഇൻവോൾവ് ചെയ്യും.
അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തോടെയാണ് ബൈയിങ് സെല്ലിംഗ് പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നത്. ഏകദേശം 2030 മാത്രമേ ഫുൾ ടാറ്റയുടെ കൈകളിലോട്ട് മാറുകയുള്ളൂ എന്നാണ് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെ ടാറ്റ പറഞ്ഞിരിക്കുന്ന പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന 23,000 എംപ്ലോയീസിൻ്റെ കാര്യം ആരും പേടിക്കേണ്ട, അവരെ റീറ്റെയിൻ ചെയ്യും എന്നാണ് ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്. ടാറ്റയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ, അതായത് ആ പ്ലാന്റ് മേടിച്ചിട്ട് ടാറ്റയുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം അങ്ങോട്ടാക്കാനാണ് ടാറ്റയുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഇപ്പോൾ ടാറ്റ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറക്കുന്നത് നാനോയുടെ ഫാക്ടറി, അതായത് സാനന്ദിലുള്ള ടാറ്റ മോട്ടോഴ്സിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ ടിഗോർ EVയും നെക്സോണും ഒക്കെ വരുന്നത്. അതൊക്കെ കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യാനാണ് ടാറ്റ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പം നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ കൺവേർഷനിലോട്ട് ഈ പ്ലാന്റ് മാറുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏകദേശം 2,000 കോടിയോളം ടാറ്റ മുടക്കും എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾ ബൂമിംഗ് ആണ്. ഗവൺമെൻറ് ഡൽഹിയിലൊക്കെ ആണെങ്കിൽ തന്നെ ഗവൺമെൻറ് സ്ട്രിക്റ്റ് പോളിസീസ് ഇറക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും കുറച്ച് വർഷങ്ങൾക്കകം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് വളരെ കഠിനമായിരിക്കും. ഇലക്ട്രിക് വെഹിക്കിൾസിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഹ്യുണ്ടായി കിടക്കുന്നു, മാരുതി കിടക്കുന്നു, മാർക്കറ്റ് ലീഡേഴ്സ് ഉണ്ട്, മഹേന്ദ്ര ഏകദേശം കുറേ മോഡലുകളായിട്ട് വരുന്നു. അതുപോലെ തന്നെ വിദേശ വിപണികളെല്ലാം തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ട് വരുന്നു. നമുക്കിപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പേര് പോലും ഓർത്തിരിക്കാൻ പറ്റത്തില്ലാത്ത അത്രയും ഇലക്ട്രിക് സ്കൂട്ടർ ഇൻഡസ്ട്രിയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത് അല്ലേ. മീൻസ് ചില പേരുകളൊന്നും ഞാൻ ഓർക്കുന്ന പോലും ഇല്ല. ഓക്കെ, അത്രയും തന്നെ വലിയ ബ്രാൻഡുകളും ചെറിയ ബ്രാൻഡുകളും എല്ലാം, അതായത് വലിയ ബ്രാൻഡുകൾ എന്ന് പറയുന്നത് ഹോണ്ട കിടക്കുന്നു, ബജാജ് കിടക്കുന്നു, ഹീറോ കിടക്കുന്നു, ഇവരുടെ ഉൽപ്പന്നങ്ങളും വരുന്നതോടൊപ്പം തന്നെ ലോക്കൽ പ്ലെയേഴ്സും ഇവിടെ EV സെഗ്മെന്റിലോട്ട് വരുന്നു. ഇതുപോലെ തന്നെയാണ് കാറും, നമ്മൾ കേട്ടിട്ടില്ലാത്ത ബ്രാൻഡുകളൊക്കെ വരുന്നു. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകൾ BMW ആണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഞാൻ ഈ വാർത്ത പറയുമ്പം 7 സീരീസിൻ്റെ i7 ഇറക്കിയിരിക്കുകയാണ് മെഴ്സിഡീസ് ബെൻസ് ECQ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ. അത്രമാത്രം ടെക്നോളജി ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ചെറിയ സെഗ്മെന്റ്, അതായത് ബിലോ 10 lakhs അല്ല 15 lakhs സെഗ്മെന്റിലോട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ബൂമിംഗ് വരാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്കറിയാം ഇപ്പം ടാറ്റ മോട്ടോഴ്സാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് EV സെഗ്മെന്റിൽ. അപ്പോൾ നമ്മൾ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ കേൾക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങുന്ന പ്രൊഡക്റ്റിന് കുറച്ച് വാല്യൂ കൂടുതലായിരിക്കും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. കൂടുതൽ അറിയണമെങ്കിൽ അതൊരു മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ടാറ്റ മോട്ടോഴ്സിന് വളരെ വലിയൊരു വിപണി EV മോട്ടോഴ്സ് ലക്ഷ്യമാണ്. കാരണം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇപ്പം ടാറ്റ മോട്ടോഴ്സിന് ലക്ഷ്യമാക്കി അവർ നെക്സോൺ EV ഇറക്കി. അപ്പം അത്ര ഇൻപുട്സ് ആണ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് അവർക്ക് കിട്ടും, കസ്റ്റമേഴ്സിൽ നിന്ന് അവർക്ക് കിട്ടും, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൽ നിന്ന് അവർക്ക് കിട്ടും. ഇത്രയും സാധനങ്ങൾ ടാറ്റ മോട്ടോഴ്സിന് കിട്ടും. ഇതൊക്കെ വെച്ച് അടുത്ത വെഹിക്കിൾ ഡെവലപ്മെന്റിന് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇന്നേ വരെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ പോലും ഇറക്കാത്ത ഒരു വാഹന കമ്പനികൾക്ക് ഒരിക്കലും ഇത്രയും ഇൻപുട്ട് കിട്ടുകയില്ല. അപ്പോൾ എന്തുകൊണ്ടും ടാറ്റ മോട്ടോഴ്സ് ഇങ്ങനെ പോയാൽ മാർക്കറ്റ് ലീഡേഴ്സ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് EV സെഗ്മെന്റിൽ. ഒന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോർഡും മഹേന്ദ്രയും ടൈപ്പ് ചെയ്ത് വാഹനമൊക്കെ ഇറക്കാറങ്ങി C സെഗ്മെന്റ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നത് XUV700 പ്ലാറ്റ്ഫോം ഷെയർ ചെയ്തായിരുന്നു വാഹനങ്ങൾ അവർ നോക്കിയത്. ഇനിയും വേണമെങ്കിൽ ഫോർഡിന് ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സിന് ഓൾറെഡി ടെക്നോളജി ഡെവലപ്പായി നമുക്ക് നെക്സോൺ കിടപ്പുണ്ട്. ഈ എക്കോസ്പോർട്ട് മോഡലുകൾക്ക് വേണമെങ്കിൽ ഫോർഡിന് സംസാരിച്ച് ഒരു ചെറിയ ബഡ്ജറ്റ് EV ഇറക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി. ഓക്കെ, അപ്പം അതും ഫോർഡ് ചെയ്യുമായിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു ടൈപ്പോടെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഫോർഡിന് ഒരു ചെറിയ ബ്രാൻഡ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം, ടാറ്റയ്ക്ക് ഓൾറെഡി ടെക്നോളജി ഉള്ള സ്ഥിതിക്ക്. അപ്പം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും വലിയ വാർത്ത എന്ന് പറഞ്ഞാൽ തന്നെ ആരെയും പിരിച്ചു വിടുകയില്ല എന്നൊരു വാർത്ത തന്നെയാണ്. ടാറ്റ മോട്ടോഴ്സ് സാനന്ദിനുള്ള പ്ലാന്റിൽ നിന്ന് ഏകദേശം 10,000 EVസുകളാണ് ഇറക്കുന്നത്, ടിഗോറും അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ. അവർക്ക് ഏകദേശം $1 million സംതിങ് 1 billion ആണെന്ന് തോന്നുന്നു, അത്രയും USD ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനെ വിപുലീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വിപുലീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത വർഷം, അതായത് 2023 ഏകദേശം 50,000-ഓളം EVകൾ വിൽക്കണം അല്ലെങ്കിൽ എന്നാണ് ടാറ്റയുടെ ആഗ്രഹം. 2 വർഷം കൂടെ കഴിഞ്ഞ് അത് 1,25,000 തൊട്ട് 1,50,000-ഓളം ഇലക്ട്രിക് വെഹിക്കിൾസ് വിൽക്കണമെന്നാണ് ടാറ്റയുടെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത ഈ കഥ പറയാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രത്തൻ ടാറ്റ അന്ന് ഫോർഡ് അവമാനിച്ച കഥ കേൾക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 2008 ജാഗ്വാർ ലാൻഡ് റോവർ കാർസ് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് സ്വന്തമാക്കി. അവർ സ്വന്തമാക്കിയത് ഈ പറയുന്ന ഫോർഡിൻ്റെ കയ്യിൽ നിന്നാണ്. അതായത് ഒരിക്കൽ ടാറ്റ തള്ളി പറഞ്ഞ ഫോർഡിൽ നിന്നാണ് ടാറ്റ
അവരുടെ ജാഗ്വാറും ലാൻഡ് റോവറും മേടിച്ചതും 2013 അവരുടെ ബ്രിട്ടീഷ് മാർക്കറ്റിന്റെ കീഴിൽ ജാഗ്വാർ ലാൻഡ് റോവർ കാർസ് ലിമിറ്റഡ് എന്ന് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഓക്കെ, നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ഇന്ത്യൻ